ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നിങ്ങളുടെ കൂടെ നടക്കുന്ന ആ ഒരു കുട്ടി നിങ്ങളെ ഫ്രണ്ട് ആയിട്ടാണോ കാണുന്നത്, അതോ നിങ്ങളെ ലവർ ആയിട്ടാണോ കാണുന്നത്? ഇതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഇതിനുള്ള ഒരു 4 ടിപ്പായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളവരാണ് അല്ലേ? എന്നാൽ സംതിങ് സ്പെഷ്യൽ ആയിട്ടുള്ള ആരെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടോ? അതായത് നിങ്ങളുടെ അടുത്ത് മാത്രമാണ് അവരിയ്ക്കത്തുള്ളൂ. വേറെ എവിടെയൊക്കെ സ്ഥലം കിടന്നാലും നിങ്ങളുടെ അടുത്ത് സ്ഥലം ഇല്ലെങ്കിൽ പോലും അവർ സ്ഥലം ഉണ്ടാക്കി നിങ്ങളുടെ നടുക്കിരിക്കണു. പിന്നെ നിങ്ങൾ വേറെ ആരെങ്കിലും ഒക്കെ ആയിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും ഓ വാ നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ അവരുമായിട്ട് മിണ്ടാൻ കൂട്ടാക്കാതെ നിങ്ങളെ വേഗം വിളിച്ച് അവരുടെ അടുത്ത് നിന്ന് കൊണ്ടുപോകുന്നുണ്ടോ? എന്നിട്ട് നിങ്ങളുമായിട്ട് മാറിയിരുന്ന് ആരെങ്കിലുമൊക്കെ സംസാരിക്കുന്നുണ്ടോ? ഇങ്ങനെ ആരെങ്കിലുമൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവർ ഫ്രണ്ടൊന്നുമല്ല. അവർക്ക് നിങ്ങളാണ് അവരുടെ ലോകം. നിങ്ങളെ ഫ്രണ്ടായിട്ടൊന്നും അല്ല അവർ കാണുന്നതെന്നാണ് ഇതിന്റെ അർത്ഥം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മൾ ചിലരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിസ്സൊക്കെ കൊടുക്കാറുണ്ടല്ലേ. എന്നാൽ ഡെയിലി എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് നിങ്ങളുടെ കയ്യിലൊക്കെ ഒരു ഉമ്മ വയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചെറുതായിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്, എപ്പോൾ നിങ്ങളുടെ ദേഹത്തൊക്കെ തൊടാൻ ആരെങ്കിലുമൊക്കെ താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നാണ് അർത്ഥം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, റിലേഷൻഷിപ്പിൽ ആകാൻ താല്പര്യപ്പെടുന്ന എല്ലാവരും കാണിക്കുന്ന ഒരു കാര്യമാണ് ഈ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ ബോയ്സ് ആണെങ്കിൽ ഗേൾസിനോട് ചോക്ലേറ്റ് ഒക്കെ കൊടുക്കും. അങ്ങനെ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നെ ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ചോക്ലേറ്റ് തരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നതാണ്. ഇനി ചോക്ലേറ്റ് മാത്രമായിരിക്കില്ല, ചിലർ ഗിഫ്റ്റ് ഒക്കെ ആയിരിക്കും കൊണ്ടു കൊടുക്കുക, കീ ചെയിൻസ് ഒക്കെ കൊണ്ടു കൊടുക്കുക. അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ ഒരു കാര്യമില്ലാതെ എല്ലാ ദിവസവും നിങ്ങൾക്ക് കൊണ്ടു തരികയാണ്, അല്ലെങ്കിൽ ചോക്ലേറ്റ് ഒക്കെ വാങ്ങി തരികയാണെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളെ അവർ ഫ്രണ്ടായിട്ടല്ല കാണുന്നത് എന്നതാണ്. ഇനി നാലാമത്തെ കാര്യം, നിങ്ങളുമായിട്ട് അവർ സംസാരിക്കുന്ന ടൈമിൽ നിങ്ങളുടെ ലവറിനെ കുറിച്ച് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് അവരോട്ട് പിണങ്ങിയത്, ആ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ഇവരിങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുന്നത് വേറെ ഒന്നിനുമല്ല, നിങ്ങളായിട്ട് അവർ റിലേഷൻഷിപ്പിലായി കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ എക്സ് കാണിച്ചിട്ടുള്ള ആ ഒരു അബദ്ധവും അല്ലെങ്കിൽ ആ ഒരു മിസ്റ്റേക്കും ഒന്നും ഇവർ ലൈഫിൽ കാണിക്കാതിരിക്കണം. അങ്ങനെ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഓൾറെഡി ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നത്. ഇനി നിങ്ങളുടെ ലവറിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എക്സിനെ കുറിച്ചിട്ടോ ഒക്കെ ഇങ്ങനെ അറിയാൻ, അവർ കാണിച്ച മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ അറിയാൻ ആരെങ്കിലും കൂടുതൽ താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് നിങ്ങളുമായിട്ട് ഒരു റിലേഷൻഷിപ്പിന് താല്പര്യമുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 4 സയൻസിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടം തീർച്ചയായിട്ടും സപ്പോർട്ടും കൂടി ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.